നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവായി കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇസ്ലാം അത്രയും പവിത്രത കൽപ്പിക്കുന്ന വിവാഹവേളകളിലൊക്കെ ഇതുപോലെയുള്ള കോമാളികളെ കൊണ്ടുവന്ന് ഡാൻസും പാട്ടുമായി വലിയ ആഹ്ലാദം പങ്കിടുമ്പോൾ നമുക്കൊന്നും ഒരിക്കൽ പോലും ഈ മക്കളെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു വീഡിയോ കാണിക്കാം. ഒരു ചെറിയ കുട്ടി രണ്ട് വലിയ പാത്രവുമായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ വാപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. സ്വന്തമായൊരു വീടുണ്ടാവില്ല, അതിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്ലെങ്കിൽ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരിറ്റു വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. നമുക്കൊക്കെ ഈ പ്രായമുള്ള മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ആർഭാട വേളകളിലോ ആഹ്ലാദത്തിന്റെ സമയത്തൊന്നും ഇവരെക്കുറിച്ച് ഓർക്കാനോ ചിന്തിക്കാനോ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും റീൽസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ നിസ്സഹായരാണ്. കഴിഞ്ഞ ദിവസം കണ്ട വളരെ സുന്ദരമായൊരു കാഴ്ചയായിരുന്നു. ഈജിപ്തിൽ നിന്നും ധാന്യങ്ങൾ കുപ്പിയിൽ നിറച്ച് കടലിലേക്ക് ഒഴുക്കി. എന്നെങ്കിലും ആ മക്കൾക്കത് കിട്ടുമെന്ന ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി കടലിലേക്ക് എറിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ ഭക്ഷണപ്പൊതികൾ അവിടെ എത്തി അവർ തിരിച്ച് നന്ദി അറിയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിവാഹ ആർഭാടങ്ങളൊക്കെ നടത്തുന്നു. നമ്മുടെ മക്കൾ ഒരു ഭാഗത്ത് പട്ടിണി കിടക്കുന്നുണ്ട്. നമുക്കും നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം എന്നൊരു ബോധം ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.